ഹലോ എവരി വൺ. നമ്മൾ ബോർ മോഡലായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ബോർ മോഡലിൽ നമ്മൾ ഹൈഡ്രജൻ്റെ കേസിലുള്ള എനർജിയുടെ ഇക്വേഷൻ കണ്ടു. അതായത് En is equal to -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n സ്ക്വയർ. അപ്പോൾ Z is equal to 1 ആകുമ്പോഴുള്ള ഇക്വേഷനാണിത്. ഇനി വേറെ ആറ്റം Z ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള മറ്റ് ആറ്റങ്ങളുടെ എനർജിയുടെ ഇക്വേഷനും കൂടി നമുക്ക് എഴുതാം. അപ്പോൾ അത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ മുന്നേ ചെറിയൊരു ടോപ്പിക്കും കൂടി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു ഒരേ വേവ് ലെങ്ത്തിൽ ആറ്റംസ് അബ്സോർപ്ഷൻ സ്പെക്ട്രും എമിഷൻ സ്പെക്ട്രും കാണിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ലെയ്മാൻ സീരീസ് മാത്രമാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രും എമിഷൻ സ്പെക്ട്രും കാണിക്കുന്നത്. ബാമർ, ഫണ്ട്, ബ്രാക്കറ്റ് ഇതൊന്നും അബ്സോർപ്ഷൻ സ്പെക്ട്രം കാണിക്കുന്നില്ല. ഓൺലി എമിഷൻ സ്പെക്ട്രം മാത്രമാണ് കാണിക്കുന്നത്. സോ നമുക്ക് ബോർ മോഡൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഐസൊലേറ്റഡ് ആറ്റം എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. കാരണം ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്. അവിടെയാണ് ലൈഫ് ടൈം കൂടുതലുണ്ടാകുക. അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ആറ്റത്തിൻ്റെ ലൈഫ് ടൈം 10⁻⁹ സെക്കൻഡാണ്. കാരണം അത്രയും ചെറുതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് ആറ്റം എടുക്കുകയാണെങ്കിൽ അതെപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. പിന്നെ അത് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുക. സോ അബ്സോർപ്ഷൻ സ്പെക്ട്രം എപ്പോഴാണ് കിട്ടുക? ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള അബ്സോർപ്ഷനിൽ, അതല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ആറ്റംസ് ഇങ്ങനെ എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്ര കിട്ടുന്നത്. സോ നമ്മൾ എന്ത് പറയുകയാണ്, n is equal to 1 എന്നുള്ള എനർജി ലെവലിലുള്ള ഒരു ആറ്റം എനർജി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് 10⁻⁻20 ഇലക്ട്രോൺ വോൾട്ട് എനർജി അബ്സോർബ് ചെയ്താൽ അതിന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാം. ഇനി അതല്ലെങ്കിൽ 12.09 ഇലക്ട്രോൺ വോൾട്ട് എനർജി അബ്സോർബ് ചെയ്താൽ അത് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാം. അങ്ങനെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലെയ്മാൻ സീരീസ് മാത്രമാണ് n is equal to 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബാമർ സീരീസ് ആണെങ്കിൽ n is equal to 2 ആണ് അതിൻ്റെ ഫസ്റ്റ് ലെവല്. അപ്പോൾ n is equal to 2 ഫസ്റ്റ് എക്സൈറ്റഡ് ലെവലിലേക്ക് പോകാൻ 1.89 ഇലക്ട്രോൺ വോൾട്ട് എനർജി മതിയെങ്കിൽ പോലും എല്ലാ ആറ്റംസും എപ്പോഴും എവിടെയായിരിക്കും, ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. സോ ഇവിടെ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, അബ്സോർപ്ഷൻ സ്പെക്ട്ര കാണിക്കുന്നില്ല. ബാമർ സീരീസിൻ്റെ കേസിൽ അബ്സോർപ്ഷൻ സ്പെക്ട്ര കാണിക്കുന്നില്ല. ലെയ്മാൻ സീരീസ് മാത്രമാണ് അബ്സോർപ്ഷൻ സ്പെക്ട്ര കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ലെയ്മാൻ സീരീസാണ് n is equal to 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എനർജി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ് അബ്സോർപ്ഷൻ സ്പെക്ട്ര കാണിക്കുന്നത്. അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള അബ്സോർപ്ഷനുകളാണ് അബ്സോർപ്ഷൻ സ്പെക്ട്ര കാണിക്കുന്നത്. സോ ലെയ്മാൻ സീരീസ് മാത്രമാണ് n is equal to 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ സീരീസും എവിടെയാണ് അവസാനിക്കുന്നത്? n is equal to 2 അവസാനിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സൈറ്റഡ് സ്റ്റേറ്റുകളിൽ ഒരു ഐസൊലേറ്റഡ് ആറ്റം ഒരിക്കലും സ്റ്റേബിൾ അല്ല. എപ്പോഴും സ്റ്റേബിൾ എവിടെയാണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. അതുകൊണ്ടാണ് ലെയ്മാൻ സീരീസ് മാത്രം അബ്സോർപ്ഷൻ സ്പെക്ട്രും എമിഷൻ സ്പെക്ട്രും കാണിക്കുന്നത്. ബാക്കി എല്ലാ സീരീസുകളും എന്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ? എമിഷൻ സ്പെക്ട്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് Z ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ആറ്റത്തിൻ്റെ എനർജിക്കുള്ള ഇക്വേഷന് കണ്ടുപിടിക്കാം. നമുക്കറിയാം ബോർ തിയറി ഫോർ ഹൈഡ്രജന് എന്ത് കേസിലാണ് ഉപയോഗിക്കുക? ഒരു ഇലക്ട്രോണിൻ്റെ കേസിൽ മാത്രമാണ് ഉപയോഗിക്കുക. സോ നമുക്ക് ഏതൊരു ആറ്റത്തിനും ഒരു സിംഗിൾ ഇലക്ട്രോൺ ആണെങ്കിൽ ഈ ബോർ തിയറി ഉപയോഗിക്കാം. അതായത് Z ഗ്രേറ്റർ ദാൻ 1 ആണ്, പക്ഷേ ആറ്റത്തിന് സിംഗിൾ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് ബോർ തിയറി ഫോർ ഹൈഡ്രജനെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയണൈസ്ഡ് ഹീലിയത്തിൽ, സിംഗിളി അയണൈസ്ഡ് ഹീലിയത്തിൽ അതിൻ്റെ എനർജി ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോർ തിയറി ഉപയോഗിക്കാം. അതായത് ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഹീലിയം ആകുമ്പോൾ അതിൽ ബാക്കി ഒരു ഇലക്ട്രോൺ മാത്രമാണ് ഉണ്ടാവുക. സോ ഈ ബോർ തിയറി അവിടെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡബ്ലി അയണൈസ്ഡ് ലിഥിയം അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ബോർ തിയറി ഉപയോഗിക്കാം പറ്റും. ഇനി നമ്മൾ ഈ ചാർജുള്ള ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുകയാണ്. ഈ ന്യൂക്ലിയസിന് ഇലക്ട്രോൺ ഉണ്ടാക്കുന്ന കുളൂംബ് ഫോഴ്സിനുള്ള ഇക്വേഷൻ എന്തെന്ന് എഴുതാം? F is equal to 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². ഇവിടെ അങ്ങനെ Q1 എന്താണ് വരിക? ZE ആണ് വരിക. Q2 E ആണ് വരിക. സോ F is equal to എന്ത് വരും? 1/4πε0 ZE²/r². ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 11 കൊടുത്തു. നേരത്തെ കേസിൽ നമുക്ക് F എന്തായിരുന്നു വന്നിരുന്നത്? 1/4πε0 E² ഡിവൈഡഡ് ബൈ r². കാരണം എന്താണ്? അവിടെ അങ്ങനെ Z is equal to 1 ആണ്. ഇനി കഴിഞ്ഞ കേസിൽ നമ്മൾ എനർജി കണ്ടുപിടിക്കാൻ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ അവിടുന്ന് നമുക്ക് റേഡിയസിനുള്ള ഇക്വേഷൻ എന്ത് വരും? Rn is equal to 4πε0 h² ഡിവൈഡഡ് ബൈ ZE² m
ഇൻറ്റു എൻ സ്ക്വയർ എന്ന് വരും. നേരത്തെ എന്തായിരുന്നു റേഡിയസിനുള്ള ഇക്വേഷൻ വന്നിരുന്നത് 4πε0 h² ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ എം ഇൻറ്റു എൻ സ്ക്വയർ ആണ്. അവിടെ അങ്ങനെ സെഡ് ഉണ്ടായിരുന്നില്ല, കാരണം സെഡ് ഇസ് ഈക്വൽ ടു 1 ആയിരുന്നു. സോ ആർ എൻ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, a0 എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ്. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 12 കൊടുത്തു. ഇവിടെ അങ്ങനെ a0 എന്താണ്, ബോർ റേഡിയസ് ആണ്. ഇനി ഈ ഇക്വേഷന് നമുക്ക് എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? കഴിഞ്ഞ കേസിൽ നമ്മൾ എഴുതിയ അതേ സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ആ ഡെറിവേഷൻസ് ഒന്നും ഇവിടെ പറയാത്തത്, ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം പറയുന്നത്. സോ എനർജി En ഇസ് ഈക്വൽ ടു എന്ത് വരും, -mZe² ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 32π²ε0² h² n സ്ക്വയർ. കഴിഞ്ഞ കേസിൽ നമുക്ക് എന്താ വന്നിരുന്നത്, -me⁴ ഡിവൈഡഡ് ബൈ 32π²ε0² h² n സ്ക്വയർ എന്നായിരുന്നു വന്നിരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റും കൂടി എക്സ്ട്രാ ഉണ്ടാകും. നമ്മൾ ആ കോൺസ്റ്റൻസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ എന്താണ് വരിക, En ഇസ് ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു Z² ഡിവൈഡഡ് ബൈ n സ്ക്വയർ. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 13 കൊടുത്തു. സോ ഇതാണ് Z>1 ആകുന്ന കേസിൽ. അതുപോലെ തന്നെ ഒരു സിംഗിൾ ഇലക്ട്രോൺ മാത്രമേ പാടുള്ളൂ. Z>1 ആണെങ്കിൽ പോലും സിംഗിൾ ഇലക്ട്രോൺ ആയിട്ടുള്ള അങ്ങനത്തെ ആറ്റംസിൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, -13.6 ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു Z² ഡിവൈഡഡ് ബൈ n സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 13 എന്ന് കൊടുത്തു. ഈ ഇക്വേഷൻ നമ്പർ 12നും 13നും നമുക്ക് എന്ത് പറയാം, ഇവിടെ ഇങ്ങനെ ഇക്വേഷൻ നമ്പർ 13ൽ സെഡ് ന്യൂമറേറ്ററിലാണ് വന്നിട്ടുള്ളത്. സോ Z>1 ആകുമ്പോൾ അവിടെ ഇങ്ങനെ എനർജി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ റേഡിയസിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഡിനോമിനേറ്ററിലാണ് വന്നിട്ടുള്ളത്. സോ Z>1 ആകുമ്പോൾ അവിടെ ഇങ്ങനെ റേഡിയസ് ഡിക്രീസ് ചെയ്യാം. സോ നമുക്ക് എന്ത് പറയാം, ഹയ്യസ്റ്റ് സെറ്റ് ഉള്ള ആറ്റത്തിൽ ന്യൂക്ലിയസിനോട് വളരെയധികം ക്ലോസ്ലി ബൗണ്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുക. സോ നമുക്ക് എന്ത് കിട്ടി, Z>1 ആകുമ്പോഴുള്ള റേഡിയസിനുള്ള ഇക്വേഷനും അതുപോലെ തന്നെ എനർജിയുടെ ഇക്വേഷനും കിട്ടി. സോ ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യന്, കാൽക്കുലേറ്റ് ദ 2 ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ദ ബാമർ സീരീസ് ഓഫ് ട്രിപ്ലി അയണൈസ്ഡ് ബെർലിയം. ബെർലിയത്തിൻ്റെ കേസിൽ സെറ്റ് എന്താണ്, 4 ആണ്. സോ അങ്ങനത്തെ ഒരു ട്രിപ്ലി അയണൈസ്ഡ് ബെർലിയത്തിൻ്റെ 2 ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സീരീസ് ഏതാണ്, ബാമർ സീരീസ് ആണ്. ബാമർ സീരീസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ പോയിൻ്റ് എന്തായിരിക്കും, n ഇസ് ഈക്വൽ ടു 2 ആയിരിക്കും. സോ 2 ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, n ഇസ് ഈക്വൽ ടു 3യിൽ നിന്നും n ഇസ് ഈക്വൽ ടു 2യിലേക്കുള്ള ട്രാൻസിഷൻ, അതുപോലെ തന്നെ n ഇസ് ഈക്വൽ ടു 4 എന്ന് n ഇസ് ഈക്വൽ ടു 2യിലേക്കുള്ള ട്രാൻസിഷൻ. അപ്പോൾ ആദ്യം നമുക്ക് n ഇസ് ഈക്വൽ ടു 3 എന്ന് n ഇസ് ഈക്വൽ ടു 2യിലേക്കുള്ള ട്രാൻസിഷൻ എടുക്കാം. അവിടെ അങ്ങനെ എനർജി ഡിഫറൻസ് എന്താണ് വരിക, E3 മൈനസ് E1 ഇസ് ഈക്വൽ ടു -13.6 ഇൻറ്റു 4² ഇൻറ്റു 1/3² മൈനസ് 1/2². ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ വരുന്നത് 30.2 ഇലക്ട്രോൺ വോൾട്ടാണ് വരുന്നത്. ഈ എനർജി കിട്ടിയാൽ അവിടുന്ന് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു എന്താണ്, hc/E ആണ്. HCയുടെ വാല്യൂ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് HCയുടെ വാല്യൂ, 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എനർജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്താൽ വരുന്നത് 41 നാനോമീറ്റർ ആണ്. സോ ഫസ്റ്റ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എത്രയാണ്, 41 നാനോമീറ്റർ ആണ്. ഇനി അടുത്ത ട്രാൻസിഷൻ എടുക്കുക, അതായത് n ഇസ് ഈക്വൽ ടു 4 എന്ന് n ഇസ് ഈക്വൽ ടു 2യിലേക്കുള്ള ട്രാൻസിഷൻ എടുക്കുക. ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നമുക്ക് അവിടെ അങ്ങനെ വേവ് ലെങ്ത് എത്ര വരും, 30.4 നാനോമീറ്റർ ആണ് വരിക. സോ ഇത് രണ്ടും അൾട്രാ വയലറ്റ് റീജിയനിലാണ്. നമുക്കറിയാം ബാമർ സീരീസ് ആകുമ്പോൾ അൾട്രാ വയലറ്റ് റീജിയനിലായിരിക്കും വേവ് ലെങ്ത് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നെന്താണ്, ബോർ മോഡൽ വെച്ചിട്ട് എന്തുകൊണ്ടാണ് സെയിം വേവ് ലെങ്ത് എമിറ്റ് ചെയ്യാത്തതും അബ്സോർപ്ഷൻ ചെയ്യാത്തതും പറഞ്ഞു. അതായത് ബാമർ സീരീസിൽ അബ്സോർപ്ഷൻ സ്പെക്ട്ര കാണിക്കുന്നില്ല, ലേമാൻ സീരീസിൽ മാത്രമാണ് അബ്സോർപ്ഷൻ സ്പെക്ട്ര കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് Z>1 അതുപോലെ തന്നെ സിംഗിൾ ഇലക്ട്രോണും ആയിട്ടുള്ള ആറ്റത്തിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എനർജി ആൻഡ് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡിസ്കസ് ചെയ്തത്. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, A0 n² ഡിവൈഡഡ് ബൈ Z ആണ്. എനർജിയുടെ ഇക്വേഷന് -13.6 ഇലക്ട്രോൺ വോൾട്ട് Z²/n². നമ്മൾ ഈ ഇക്വേഷൻ ഒരു കൺക്ലൂഷനിലെത്തി. അതായത് എന്താണ്, Z>1 ആകുമ്പോൾ അല്ലെങ്കിൽ ഹയസ്റ്റ് Z വാല്യൂ ഉള്ള ആറ്റംസിൻ്റെ ഇലക്ട്രോണ് ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കും. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ലെറ്റ് us wind up the class. Thank you.